إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ട് വിശുദ്ധ ഖുർആനും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നമസ്കാരം വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ്. എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇബാദത്താണ് നമസ്കാരം. അതിൻ്റെ കാര്യത്തിൽ വീഴ്ച വരാതിരിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നതിൻ്റെ വിശദമായ രൂപങ്ങൾ, അതിലെല്ലാ ഭാഗവും വിശുദ്ധ ഖുർആനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സുന്നത്തും പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ച് കണ്ടുവോ അതേപോലെ നിങ്ങളും നമസ്കരിക്കുക എന്നാണ്. ഇത് മറ്റു ആരാധനാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങളും അത് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നമസ്കാരം അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചു കാണിച്ച ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അത് കുറക്കാനും കൂട്ടാനും ഒന്നും നമ്മൾക്ക് അവകാശമില്ല. അബദ്ധങ്ങൾ വരാതെ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളായ ആളുകളെ നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മിമ്പറിൽ കയറി നമസ്കരിച്ചു. എല്ലാവർക്കും കാണാൻ വേണ്ടി റസൂലുള്ളാഹ്, ഇസ്ലാമിൻ്റെ ആദ്യ ഘട്ടമാണത്. നമസ്കാരം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല. റസൂലിൻ്റെ കൂടെ എപ്പോഴും സഹവസിക്കുന്ന സഹാബിമാരുണ്ട്. അവർക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. പലരിങ്ങനെ പല ദേശങ്ങളിൽ നിന്നും മദീനയിലേക്ക് വരും, ഇസ്ലാം സ്വീകരിക്കും,
കിട്ടിയത് പഠിച്ച് തിരിച്ചു പോകും. റസൂൽ നമസ്കാരം അവർക്ക് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് നമസ്കരിച്ച് കാണിച്ചു. എന്നിട്ട് റുക്കുവും ഒക്കെ കാണിച്ചു, എഴുത്തിതാലും ഒക്കെ കാണിച്ചു. സുജൂദിന്റെ സമയത്തേക്ക് റസൂൽ മിമ്പറിൽ താഴെ ഇറങ്ങി സുജൂദ്, മിമ്പറിന്റെ താഴ്ഭാഗത്ത് സുജൂദ് ചെയ്ത് വീണ്ടും കയറി വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. റസൂൽ പറയുന്നത്, യാ യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി സനഅ്തു ഹാദാ ലിതഅ്തമൂ ബി വലിതഅലമൂ സ്വലാത്തി, ഞാൻ ഇങ്ങനെ ചെയ്ത് മിമ്പറിൽ വെച്ച് നമസ്കരിച്ചത് എന്റെ നമസ്കാരത്തെ നിങ്ങൾ പിന്തുടരാൻ വേണ്ടിയാണ്. അത് മാതൃകയായി സ്വീകരിച്ച് അതേപോലെ ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ നമസ്കാരം എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിക്കാനും വേണ്ടിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി. അപ്പൊ അത്ര കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മിമ്പറിൽ കയറി ആളുകൾക്ക് നമസ്കരിച്ച് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു. തെറ്റുകൾ വരുന്നൊക്കെ റസൂൽ ഇങ്ങനെ മറ്റു പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കി നിങ്ങൾ, ഹാഫിളു അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഹാഫിളു അലസ്സലവാത്ത്, എല്ലാ നമസ്കാരങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. അത് ശ്രദ്ധിക്കണം, അതിന്റെ കാര്യം നിഷ്ഠ പുലർത്തണം. നമസ്കാരം എങ്ങനെയാണോ നിശ്ചയിച്ചത് അതേപോലെ തന്നെ നിർവഹിക്കണം. വസ്സലാത്തിൽ വുസ്താ, പ്രത്യേകിച്ച് മധ്യ നമസ്കാരം, ആ ഉദ്ദേശിക്കുന്നത് അസ്ർ നമസ്കാരമാണെന്നാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വിനയവിധേയരായിട്ട് കുനൂത്തോടു കൂടി നിൽക്കണമെന്നാണ്. കുനൂത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും ഒക്കെ കാണിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഭംഗിയായിട്ട് അത് നിർവഹിക്കണമെന്നാണ്. ഈ കാര്യത്തിൽ നമ്മൾക്ക് ബോധം വേണം. നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് അശ്രദ്ധകളുണ്ട് ഈ കാര്യത്തിൽ. അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഉണ്ടാകാം. അറിഞ്ഞാൽ തന്നെ ശ്രദ്ധ കുറവ് സംഭവിക്കുന്നവരുണ്ട്. വേണ്ടത്ര അങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പോരാ. ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ നമസ്കാരം പൂർണ്ണമാകുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒരാൾ നമസ്കരിക്കുന്നതിന് 10-1 കിട്ടും, 8-1 കിട്ടും, 6-1 കിട്ടും, പകുതി ഉണ്ടാവും, അതിൻ്റെ താഴെ ഉണ്ടാവും, ഒക്കെ റസൂൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ കാരണം ഈ ഒരു കുറേ സംഗതികൾ, നമസ്കാരത്തിന്റെ ചിട്ടകൾ നമ്മളുടെ കാര്യത്തിലാകത്തുണ്ട്. ഇതിലൊന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏതൊരു കർമ്മത്തിനും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അതിൻ്റെ മനസ്സാന്നിധ്യമാണ്. നമ്മൾ പറയുന്ന നിയ്യത്ത് വേണം. നിയ്യത്തിനെ സംബന്ധിച്ച് ഹദീസുകൾ പരാമർശിക്കുന്നു, ആയത്ത് അത് ആശയത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒന്നാമതായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്. മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളും ആദ്യം ഉദ്ധരിക്കുന്ന ഹദീസാണത്. നിയ്യത്ത് ശരിയാവണം എന്ന ഹദീസ്. കാരണം അതാണ് മുഖ്യം. എല്ലാ കർമ്മങ്ങളും അള്ളാഹു പരിഗണിക്കുന്നത് ബിന്നിയ്യാത്ത്, നിയ്യത്ത് അനുസരിച്ചാണ്, മനസ്ഥിതി അനുസരിച്ചാണ്. എന്താണ് ഈ നമസ്കാരത്തിലും മറ്റൊക്കെ ഇബാദത്തുകൾ വരുന്ന നിയ്യത്തിന്റെ സ്വഭാവം? അതിൽ വരുന്ന ഒരു പ്രശ്നം, നമ്മുടെ ആളുകളിൽ പലരും ഈ മനസാന്നിധ്യം വേണ്ട മാതിരി ഉണ്ടാക്കിയെടുത്തുകൊണ്ടല്ല ആ ഇബാദത്തിന്, ഈ നമസ്കാരത്തിനും എല്ലാ ഇബാദത്തിന്റെയും കാര്യത്തിൽ നല്ല മനസാന്നിധ്യം നമ്മൾക്ക് ആവശ്യമാണ്. മറ്റു കാര്യങ്ങളേതുപോലെയല്ല, നമസ്കാരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ബോധത്തോടു കൂടി ഒരു മനസാന്നിധ്യം വേണം. ഇത് മനസ്സാണ്. ഈ നിയ്യത്തിനെ പറ്റി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് മഹല്ലുഹു അൽ ഖൽബ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം മനസ്സാണ്. മനസ്സാണ് നിയ്യത്തിന്റെ സ്ഥലം. അവിടുന്നാണ് അത് ഉണ്ടാവേണ്ടത്. അവിടുന്ന് ഉത്ഭവിക്കണം, അവിടെയാണ് അത് ഉണ്ടാവേണ്ടത്. അത് പോയിട്ട് നമ്മളെ ആളുകൾ, പല ആളുകളും പല ഇബാദത്തുകളുടെയും നിയ്യത്ത് ചൊല്ലി പറയാറുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഇസ്ലാമികമായിട്ടുള്ളതല്ല. പണ്ഡിതന്മാരാരും ആ രീതിയിൽ അത് പറയുന്നില്ല. മനസ്സാണ് നിയ്യത്തിന്റെ സ്ഥാനം. ഇപ്പൊ നമ്മുടെ ആളുകൾ ഈ ഒളു എടുക്കുമ്പോഴും നിയ്യത്ത് വേണം, നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നിയ്യത്ത് വേണം,
സുന്നത്ത് നമസ്കാരമാണെങ്കിൽ സുന്നത്താന്നുള്ള ബോധം വേണം. ഒക്കെ ആ നീയത്ത് എല്ലാത്തിനും വേണം. ഏതാണോ ആ കർമ്മം ഇത് ഫർദ് നമസ്കാരമാണെങ്കിൽ അത്, ജുമയാണെങ്കിൽ ജുമയാണെന്നുള്ള ബോധം, ശേഷം നമസ്കരിക്കുന്ന സുന്നത്താണെങ്കിൽ ഇതൊക്കെ ആ നീയത്ത് മനസ്സിൽ വേണം. അതറിയാതെ യാന്ത്രികമായി നമ്മൾ ചെയ്തു പോരുത്. ഇതിൽ വരുന്ന ഒരു ബിദ്അത്ത് നമ്മൾ ചെയ്യുന്ന അബദ്ധം ഒന്ന് ഈ നീയത്ത് ചില കാര്യങ്ങളൊക്കെ ഉച്ചരിക്കുന്നു എന്നുള്ളതാണ്. ഉച്ചരിക്കുന്ന നീയത്തില്ല. പൊതു എടുക്കുമ്പോൾ ചിലരൊക്കെ നമസ്കാരം എന്ന ഫർള് വീട്ടാൻ വേണ്ടി ഞാൻ ഈ ഷർത്ത് നിർവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാചകങ്ങൾ, ഇതൊന്നും ചെല്ലേണ്ടതില്ല, ചെല്ലാവുന്നതുമല്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ നമുക്ക് ചെല്ലാം. അതില്ല. അത് ഒളുവിന്റെ മുമ്പ്. ഇനി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചില ആളുകളുണ്ട്, ഇന്ന നമസ്കാരമാണ് എന്നുള്ളത് അറബിയിൽ പറയും, നവൈതു സൗമ നവൈതു ഉസല്ലി ഫർള ളുഹരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഞാനിതാ ഫർള് നമസ്കരിക്കാൻ നിൽക്കുന്നു, 4 റക്അത്ത് മുത്തവജ്ജിഹൻ ഇലൽ കിബ്ലത്തി, കിബിലയിലേക്ക് തിരിഞ്ഞ അള്ളാഹുവിന്. ഇത് ഒരു ആശയമായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവണം. പക്ഷെ ഇതിങ്ങനെ ചൊല്ലി പറയുന്ന രീതിയില്ല. ആ രീതി ബിദ്അത്താണ്. ബിദ്അത്ത് മതത്തിൽ ഉണ്ടാക്കിയ ഒരു പുതിയ സമ്പ്രദായമാണത്. അത് സ്വീകാര്യമല്ല. അപ്പൊ നല്ലതല്ലേ എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു നീയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നില്ല. നമസ്കാരം ശ്രദ്ധിക്കണം. സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച് കണ്ടതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അവിടെ റസൂൽ നീയത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല, നമുക്ക് ചൊല്ലേണ്ടതില്ല. നമസ്കാരത്തിലല്ല, എല്ലാറ്റിലും ഉണ്ട്. ഈ നോമ്പ് കാലത്തൊക്കെ നവൈത്തു സൗമഗദിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലി പറയുന്നതാണ്. ഒരു അർത്ഥവുമില്ല, ഒരു ന്യായവുമില്ല, ഒരു ഹദീസിലും അത് വന്നിട്ടില്ല. അതൊക്കെ ഒഴിവാക്കണേ. അപ്പൊ ഒന്ന്, നമസ്കാരത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട അതിന്റെ എല്ലാ കാര്യങ്ങളിലും, ഒളുവിലും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും നിസ്കാരം കഴിയുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത് നമസ്കരിക്കുകയാണ് എന്നൊരു ബോധം. അതാണ് നിയ്യത്ത്. അത് പ്രത്യേകം ചൊല്ലി പറയേണ്ട വാക്കുകളല്ല. ആ കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഒളുവെടുക്കുമ്പോൾ മഴക്കണ്ടുകൾ വരുന്ന സാധാരണ അബദ്ധങ്ങളാണ്, അശ്രദ്ധകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒളു എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒളു എടുക്കുന്നത് സാധാരണ ഒരു ടാപ്പ് തിരിച്ചു വെച്ച് അതിൽ നിന്നാണ് ഒളു എടുക്കുന്നത്. ഹൗള് ഉള്ളയിടത്ത് നമ്മൾ അതിൽ കൈയിട്ട് ഒളു എടുക്കും. വീടുകളിലൊക്കെ ഒരു പാത്രങ്ങളിലോ ഒക്കെ എടുത്ത് ഒളു എടുക്കും. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ രണ്ടും നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊരു നിർദ്ദേശം നൽകിയത് നമ്മൾക്ക് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കേണ്ടതാണ്. റസൂൽ പറഞ്ഞു, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഒളു എടുക്കുമ്പോൾ കൈ 3 തവണ പുറത്തേക്ക് കഴുകാതെ ആ പാത്രത്തിൽ കൈയിടരുതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇന്ന് നമുക്ക് അതിന്റെ ശാസ്ത്രം പറയാൻ കഴിയും, ഒക്കെ പറയാൻ കഴിയും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും നമുക്ക് പറയാൻ കഴിയും. അതൊന്നും പറയാതെ റസൂൽ ഒരു മതപരമായ നിയമം എന്ന നിലക്ക് നമ്മൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ പുറത്തേക്ക് 3 പ്രാവശ്യം കൈ കഴുകി വൃത്തിയാക്കിയിട്ടേ നിങ്ങൾ ആ പാത്രത്തിൽ കൈയിടാവൂ, വെള്ളപാത്രത്തിൽ കൈയിടാവൂ. നിങ്ങളുടെ കൈ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു റാത്തിയിൽ നിങ്ങൾക്കറിയില്ല. മാലിന്യങ്ങൾ ഉണ്ടാകാം, വൃത്തികേടുകൾ ഉണ്ടാകാം, ആ വെള്ളത്തിൽ കലരാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവാം കയ്യിൽ. അതുകൊണ്ട് അത് നിങ്ങൾ കഴുകിയതിന് ശേഷമേ ആകാവൂ. ഇപ്പൊ നമ്മൾ ടാപ്പിൽ നിന്നാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഉത്ഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ റസൂൽ പറഞ്ഞ ആ ചര്യ ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കണം. ഒളുവിൽ നമ്മൾക്ക് ശ്രദ്ധ വരേണ്ട ഒരു ഭാഗമാണത്. അതേപോലെ ഒളുവിൽ പല ആളുകളും ഇപ്പോഴും കാണാൻ നമ്മൾക്ക് ഒളു എടുക്കുമ്പോൾ അവര് ഒളുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ തല തടവുന്നിടത്തും ചെവി തടവുന്നിടത്തും പലതരത്തിലുള്ള അശ്രദ്ധകൾ വരുന്നുണ്ട്. നമ്മുടെ ഒളു പൂർണ്ണമാവില്ല. റസൂല് പറഞ്ഞു, ഇസ്ബാഉൽ വുളു, വുളു നിങ്ങൾ പൂർണ്ണമായി ചെയ്യുക, പൂർണ്ണമായി ചെയ്യുക എന്ന്. റസൂൽ പറഞ്ഞത് ഒരു സന്നദ്ധ സേവകൻ ഒരു സൈന്യത്തിന് കാവൽ നിൽക്കുന്നത് പോലെ ജാഗ്രത പുലർത്തിക്കൊണ്ട് ചെയ്യണമെന്നാണ് റസൂൽ ഉപയോഗിച്ച വാക്ക്. റിബാത്ത് എന്ന റസൂൽ ഉപയോഗിച്ച വാക്ക്. അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. അപ്പൊ അത് പൂർണ്ണ ഇസ്ബാഉൽ വുളു വേണം. നല്ല തണുപ്പുള്ള സമയത്ത് റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, തണുപ്പുണ്ടാകുമ്പോഴും അയാൾ ആ വുളു ചെയ്യുന്നിടത്ത് ജാഗ്രത പുലർത്തണം, ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം എന്നാണ്. അതിൽ വരുന്ന ചില ശ്രദ്ധക്കുറവ്, ഒന്ന്, ശരീരത്തിന്റെ കഴുകുന്ന ഭാഗങ്ങൾ, ഇപ്പൊ കൈ കഴുകുമ്പോൾ അതിന്റെ മുട്ടുവരെയുള്ള ഭാഗങ്ങൾ നനയാതെ പോകരുത്. കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അതിന് കുറേ നേരം തേച്ച് പിടിപ്പിക്കൊന്നും വേണ്ട, ആ വസ്തുവാസം അതിന് ആവശ്യമില്ല. അത് മാന്യമായിട്ട് കയ്യിന്റെ ഭാഗങ്ങളൊക്കെ എല്ലാ ഭാഗവും നനവ് പറ്റിയിട്ടുണ്ട് എന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം നോക്കൂ നിങ്ങൾ. ഒരു സഹാബി നമസ്കരിക്കാൻ നിൽക്കുക,
റസൂൽ അത് കാണുന്നുണ്ട്. റസൂൽ നമസ്കാരം വീണ്ടും ഒന്നെടുത്ത് വന്ന് നിസ്കരിക്കാൻ 3 തവണ ആവർത്തി നിസ്കരിപ്പിച്ചു. അപ്പൊ എന്താ റസൂൽ ഇത് സംഗതി എന്ന് ചോദിച്ചു. ഞാനൊക്കെ നിസ്കരിക്കണം നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ എന്റെ കാലിന്റെ മടമ്പ് നനയുന്നില്ല. ഒരു നാണയത്തിന്റെ ഒരു തുട്ട് വലിപ്പത്തിലേ ഉള്ളൂ നനയാത്തത്. നീ അത് നനയാതെ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം ശരിയാവില്ല. അപ്പൊ റസൂല് അയാൾ ആവർത്തിപ്പിച്ച് നമസ്കരിപ്പിക്കുകയാണ്. അത് വീട് ചോദിച്ചപ്പോഴാണ് റസൂല് പറഞ്ഞത് ഇതാണ് അതിന്റെ കാരണം, ഇനി അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ഉദു എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ അടുത്ത് വരുന്ന ഒരു അശ്രദ്ധയാണത്. ബാക്കി നമുക്ക് ഉദുവിന്റെ രൂപമൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ അശ്രദ്ധ വരരുത്. എല്ലാ ഭാഗവും നനയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ തല തടവുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഇടയിൽ. ആളുകള് ഇപ്പോഴും അത് കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് വരുന്ന അബദ്ധ. ഒളുവിന്റെ എല്ലാ ഭാഗവും സലാസമറാത്തിൻ 3 തവണ മുഖം കഴുകൽ, വായിൽ കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ എന്നാണ് അതിന് പറയുന്നത്. വിരലിടലല്ല. അതിങ്ങനെ വെള്ളം കയറ്റി ചീറ്റി പുറത്തേക്ക് ഒഴിവാക്കണം എന്ന് തന്നെയാണ്. അതിൽ അശാസ്ത്രീയതയും ഇല്ല, അസാങ്കത്യവും ഇല്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ബാക്കിയൊക്കെ കാല് കഴുകുന്നൊക്കെ 3 തവണ. തല തടവുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണയെ തടവിയിട്ടുള്ളൂ. അത് നമ്മൾ ചുരുക്കിയതോ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഒരു തവണ തടവി. മറത്തൻ ഒറ്റ തവണ എന്ന് ഹദീസിൽ നേർക്കുനേരെ വന്നാണ്. എന്നിട്ട് ആ കൈ ഉപയോഗിച്ച് തന്നെ ചെവിയും തടവി എന്ന് പറയുന്നു. ലം യഫ്സിൽ ബൈനഹുമ, രണ്ടും വേർതിരിക്കാതെ ഒരു തവണ തലയും നെറ്റി മുതൽ പിരടി വരെയും, എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ കൈ മാറ്റാതെ വെള്ളം വേറെ എടുക്കാതെ ചെവിയും തടവി എന്ന് ഹദീസിൽ നേർക്കുനേരെ വന്നതാണ്. അത് ഒരു തവണയുള്ളൂ. അത് നമ്മൾ 3 തവണ ആക്കാൻ പാടില്ല. അപ്പൊ എന്താ ബാക്കിയൊക്കെ 3 റസൂൽ 3 തവണ കഴുകിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ തടവൽ ഒരു പ്രാവശ്യമുള്ളൂ. തടവുന്നതൊക്കെ റസൂൽ ഒരു തവണ ചെയ്തിട്ടുള്ളൂ. അതും സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. തടവുന്നതൊക്കെ റസൂൽ ഒരു തവണ ചെയ്തിട്ടുള്ളൂ. ഈ തല തടവുന്ന ഒരു തവണയാണ്. തയമ്മുവിന് തടവലാണ്, കഴുകലല്ല. ഒതുവിന് പകരമുള്ളത് തയമ്മമാണ്. തയമ്മം മണ്ണിൽ ഇങ്ങനെ അടിച്ചിട്ട് മുഖവും കൈയും ഒറ്റ തവണ തടവേണ്ടുള്ളൂ. അത് 3 പ്രാവശ്യം വേണ്ട. സോക്സ് ഒക്കെ ധരിച്ച ആളുകൾ ഒതുവോട് കൂടിയാണ് ധരിച്ചത് എങ്കിൽ യാത്രക്കാരന് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്ന 1 ദിവസവും ആനുകൂല്യം ഉപയോഗിക്കാം. ഒതുവെടുക്കുമ്പോൾ കാല് കഴുകാതെ അതിന്മേൽ തടവിയാൽ മതി. അതിന് മുകൾ ഭാഗത്തൊന്നും എല്ലാം ഒന്ന് തടവേ വേണ്ടുള്ളൂ. അതൊരു തവണയുള്ളൂ. ഈ തടവലൊക്കെ ഒരു തവണയുള്ളൂ. അത് പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നതാണ്. അതൊരു തവണയുള്ളൂ. ബാക്കി കഴുകലൊക്കെ 3 തവണയുണ്ട്. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ച സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു കണ്ടുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാണ് ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മളുടെ ഇടയിൽ വളരെ വ്യാപകമായി നിൽക്കുന്ന തെറ്റിദ്ധാരണ നോക്കൂ നിങ്ങൾ. പല സന്ദർഭങ്ങളും നമ്മളിത് കാണുന്നതാണ്. ഒരു മയ്യത്ത് നമസ്കരിക്കാൻ നിന്നാൽ ജനാസ കൊണ്ടുവന്ന് വെക്കും. മയ്യത്തിന്റെ വേടി നിസ്കരിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ഉണ്ടാവും. ചില മയ്യത്തിന്റെ ഒക്കെ കൂടെ പള്ളിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പള്ളിയിലും പുറത്തും ആളുകൾ നിൽക്കും. വലിയ നേതാക്കന്മാരും പ്രസിദ്ധരൊക്കെ ആയി മാറുമ്പോൾ, ജനബന്ധം കൂടുതലുള്ള ആളാകുമ്പോൾ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലൊക്കെ പോയി നമസ്കരിക്കും. ധാരാളം ആളുകൾ നിസ്കരിക്കാനുണ്ടാവും. ഈ ആളുകൾ നമസ്കരിക്കാൻ നിന്നാൽ ഉടനെ ചിലപ്പോഴൊക്കെ പല സ്ഥലത്ത് അനൗൺസ്മെന്റ് ചെയ്യും. എന്താ അനൗൺസ്മെന്റ് അറിയാം നിങ്ങൾ? ഈ നമസ്കരിക്കാനായിട്ടുണ്ട്, നിങ്ങൾ ആ ചെരുപ്പ് കഴിച്ച് ഒഴിവാക്കണം. എന്നിട്ട് ചില ആളുകൾ അത് അഴിച്ചു ഒഴിവാക്കും. പിന്നെ നിലത്ത് ചവിട്ടാൻ കഴിയില്ല ഇറക്കുന്നു. അങ്ങനെയുള്ള നമ്മളുടെ കാലൊക്കെ അത്രയും മിനുസുള്ളതാണ്. നിലത്തും നമുക്ക് ചവിട്ടി നിൽക്കാൻ കഴിയില്ല, കല്ലിലൊടുത്തുന്നു. അങ്ങനെയൊക്കെ നമ്മളായി മാറിയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്? ആ ചെരുപ്പിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കും. നോക്ക്, ഇങ്ങനൊരു നിയമല്ല. അള്ളാഹുവിന്റെ റസൂൽ ചെരുപ്പ് ധരിച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. നമ്മൾക്ക് ആ വിവരം അറിയോ? നമുക്ക് അഴിച്ചൊഴിവാക്കണം എന്നുണ്ടെങ്കിലേ അഴിച്ചൊഴിവാക്കേണ്ടതുള്ളൂ. ചെരുപ്പൊരു മോശമായ സാധനമായിട്ടല്ല പറയുന്നത്. അതിൽ നജസ് ഉണ്ടെങ്കിലും ഒഴിവാക്കും. ഇതൊരു യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സഹാബിൽ കൊടുത്തിട്ട് യാത്ര ചെയ്യാണ്. മരുഭൂമി യാത്രയാണ്, നമുക്കറിയാം. മരുഭൂമി യാത്രയാണ്. ആ യാത്രക്കിടയിൽ നമസ്കാരത്തിന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നു. പിന്നിൽ ബാക്കിയുള്ളവർ സൊഫായിട്ട് നിന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ കെട്ടി നമസ്കരിക്കാൻ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂല്
ചെരുപ്പ് അഴിച്ചു ഒഴിവാക്കി നമസ്കാരത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ സഹാബികൾ സ്വാഭാവികമായിട്ട് മുന്നിൽ കാണുന്ന റസൂൽ ചെരുപ്പ് ഒഴിവാക്കുന്നതാണ്. സഹാബികൾ അത് അഴിച്ചു ഒഴിവാക്കി. നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചെരുപ്പ് അഴിച്ചു ഒഴിവാക്കിയത്? അവർ ഉത്തരം വളരെ കൃത്യമാണ്. അവർ പറഞ്ഞു, റസൂൽ അങ്ങ് ഒഴിവാക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് അതേ കൊണ്ടുള്ളൂ, നബി ഇങ്ങനെ ചെയ്യണമല്ലോ, ഞങ്ങൾ എങ്ങനെ ഒഴിച്ചു ഒഴിവാക്കി? അപ്പോൾ റസൂൽ പറഞ്ഞൊരു മറുപടി, ഞാൻ ആ ചെരുപ്പ് ധരിച്ചാണ് നമസ്കരിക്കുന്നത്. പക്ഷേ നമസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കാണ്, നബിക്ക് വഹി എന്ന മലക്കാണ്, ആ മലക്ക് എനിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ ചെരുപ്പും നജസ് ഉണ്ട്, മാലിന്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഒഴിച്ചു ഒഴിവാക്കിയത്. നിങ്ങൾ എന്തിനാ ഒഴിച്ചു ഒഴിക്കേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാം, ഒരു വിരോധമില്ല. റസൂല് പള്ളിയിൽ വരുമ്പോൾ, നമ്മളെ ഈ പള്ളിയല്ല, ഇതേപോലെയല്ല, മണൽ വിരിച്ച പള്ളിയാണ്. ആ ചെരുപ്പിട്ടേർത്ത് കയറി വന്നിരുന്നത് അത് അഴിച്ചു ഒഴിവാക്കി മുന്നിൽ ഭാഗത്ത് വെക്കും. എന്നിട്ട് അത് അവിടെ തിരിഞ്ഞു നിൽക്കും. റസൂല് പറഞ്ഞു, നിങ്ങളുടെ മുൻഭാഗത്ത് വെച്ചോളൂ, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. മാലിന്യം നജസ്സൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് ചെരുപ്പിട്ട് നമസ്കരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. മതം അതിനെതിരല്ല. റസൂൽ അങ്ങനെ നമസ്കരിക്കാറുണ്ട്. യാത്രയിലൊക്കെ അങ്ങനെയായിരുന്നു. പള്ളിയിൽ വരുമ്പോൾ അഴിച്ചു മുൻഭാഗത്തൊരു ഭാഗത്ത് വെക്കും, ഇടത് ഭാഗത്തേക്ക് മാറ്റി വെക്കും റസൂലുള്ള. ഈ മയ്യിത്ത് നിസ്കാരം പോലുള്ള സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ ആവശ്യമല്ല. ആ ചെരുപ്പിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. ഇത് പറയുന്നത് റസൂല് പഠിപ്പിച്ച രീതിയാണ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കുക. നമ്മൾ ഏറ്റാനും കുറക്കാനും പാടില്ല. അതിന്റെ മര്യാദകൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാൽ മതം വളരെ ലളിതമായിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ കഴിയും. പ്രായോഗികമാണ്, നിത്യവും ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിയുന്നതാണ്. അതിന്റെ കൃത്യമായ നിയമങ്ങൾ പഠിച്ച് സൂക്ഷിക്കുക. സർവശക്തൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പോൾ നമ്മളേക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഈ മൊബൈൽ. ഇത് നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, അല്ല ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിയ ഒരു ഉപകരണമാണ്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അറിയാനും എല്ലാ പ്രശ്നങ്ങളും ഇടപെടാനും നമ്മൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാനും മൊബൈലിനോട് ചോദിച്ചിട്ട് വേണം. AI-യുടെ കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് മൊബൈലിനെ ആശ്രയിക്കാതെ നമുക്കൊരു മിനിറ്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെങ്ങാനും വീട്ടിൽ മറന്നു വെച്ച് പുറത്തിറങ്ങിയാൽ നമ്മൾ അസ്വസ്ഥമാകും. കാരണം നമ്മളെ കയ്യും കാലും ഒക്കെ വെട്ടി എല്ലാം ഒഴിവാക്കി റൂമിലിട്ട മാതിരിയാവും. ഈ ഭൂലോകമായിട്ടുള്ള എല്ലാ ബന്ധവും നമുക്ക് അസ്തമിച്ചു പോകും. അത്ര നമ്മളുടെ ജീവിതത്തെ വലയം ചെയ്ത് നിൽക്കുന്നൊരു സാധനം. പള്ളിയിൽ വരുമ്പോൾ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. എവിടെയും വേണം, എങ്ങോട്ട് പോകുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുനടക്കണം. മറക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇബാദത്തുകളുമായിട്ട്, നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ, അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അതൊന്ന് ഓഫാക്കുക. അത് ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മൾ പല ആളുകളും അത് ഉപയോഗിച്ചുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഒരു വിരോധവുമില്ല, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾക്ക് ആവശ്യമുള്ള ഡിസ്പ്ലേ നമ്മളെ ഇതിൽ വരും, അതിൻ്റെ മോണിറ്ററിൽ കാണിക്കും. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഓതുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലാത്തൊരു ശബ്ദം അതിലേക്ക് വരുന്ന രൂപത്തിൽ നമസ്കാരത്തിലേക്ക് കയറിയതിന് ശേഷമോ ഖുതുബ നടക്കുന്നതിന് ശേഷമോ നമ്മൾ അത് പ്രവർത്തിപ്പിക്കാതിരിക്കുക. വളരെ ഗൗരവമുള്ള വിഷയം. ഖുതുബ നടക്കുമ്പോൾ അത് തുറന്നു നോക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഖുതുബ നടക്കുമ്പോൾ അതിങ്ങനെ നോക്കും ആളുകൾ. അവനെന്തി അപ്പൊരു മെസ്സേജ് വരും, അത് നോക്കണം. അപ്പോഴും ആളുകൾ എത്തും. നമ്മൾ വളരെ അശ്രദ്ധമാണ്. പടച്ചവന്റെ മുമ്പിൽ, അവന്റെ പള്ളിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഒരു മര്യാദയും നമ്മൾ കാണിക്കുന്നില്ല എന്നർത്ഥം.
ഒരു ബഹുമാന്യപ്പെട്ട സദസ്സിൽ മറ്റേതെങ്കിലും സദസ്സിൽ പോയിരുന്ന നമ്മളത് ചെയ്യില്ല. അവിടെ ഇരിക്കുന്ന ആളുടെ വലിപ്പമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനൊക്കെ മര്യാദ കാണിക്കും. പക്ഷെ പള്ളിയിൽ വന്നാൽ നമ്മൾക്കതൊക്കെ ആകാം എന്ന വളരെ ഉദാസീനമായൊരു മനസ്ഥിതി നമ്മൾ കൊണ്ടുനടക്കേണ്ട, അത് ശരിയല്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമതൊരു പ്രശ്നം, ഈ നമസ്കരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾക്ക് ഫോൺ വരും, മെസ്സേജുകളൊക്കെ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ ചെയ്യുന്നത്? എല്ലാവരും അല്ല, ചിലരെങ്കിലും ചെയ്ത് നോക്കി. ആ മൊബൈൽ എടുക്കും, ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെ പോക്കറ്റ് പോകും. നിസ്കരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെ മെസ്സേജാണ് നോക്കും, ആരെ ഫോണെന്നൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ ആ മൊബൈൽ മെല്ലെ അമർത്തി ഓഫാക്കിയിട്ടോ സൈലൻ്റ് ആക്കിയിട്ടോ പോക്കറ്റിലേക്ക് വെക്കുന്നത്, പാൻറ്റിൻ്റെ പോക്കറ്റിലേക്കോ വെക്കും. അപ്പോൾ പിന്നെ മനസ്സിലേക്ക് പോയി ആരാ മെസ്സേജ് വന്നതൊക്കെ നിസ്കാരത്തിൽ തന്നെ കിട്ടി വിവരങ്ങളൊക്കെ. നിസ്കാരത്തിലപ്പോൾ ഇതൊക്കെ നോക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഉടനെ സലാം വീട്ടി, ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഇമാം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ഇയാൾ സലാം വീട്ടിയിട്ടുണ്ടാവും. കാരണം അവന് ഈ മെസ്സേജിന്റെ കാര്യത്തെ പറ്റി ബോധമുണ്ട്. കാരണം നിസ്കാരത്തിനിടയിൽ നോക്കി മനസ്സിലാക്കിച്ചാൽ ആരുടെ മെസ്സേജാണ് ആരുടെ ഫോണാണെന്നൊക്കെ. ഉടനെ സലാം വിട്ടുന്നതിന് മുമ്പ് എടുത്ത് പോകുമ്പോൾ പുറത്തേക്ക്. കാരണം ആ മെസ്സേജ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന കാര്യമല്ലേ. നമസ്കാരത്തിൽ അത് ഓഫാക്കുകയോ സൈലന്റ് ആക്കി ഇടുക. നിസ്കാരം കഴിയുന്നവർ അടിക്കണ്ട വേറൊക്കെ. ഞാൻ ഫോൺ അടിക്കുമ്പോൾ പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കും, ഒരു കുഴപ്പമില്ല. അത് സൈലന്റ് ആക്കിയിട്ടുണ്ടാവില്ല, ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്താ സംഭവിക്കുക, അതങ്ങനെ അടിക്കും. എന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അയാളെങ്ങനെ നമ്മുടെ ഭാഷയിൽ പിരാകിക്കൊണ്ടേയിരിക്കും. അതിനെന്താ കാരണം? ബാക്കിയുള്ളവർക്കൊക്കെ ശ്രദ്ധ ഇരിക്കാൻ കാരണം എന്നുണ്ടത്, എല്ലാവരും ബാക്കിയുള്ളവർക്ക് എന്താണ് ഈ ചങ്ങായി ഇങ്ങനെ 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 പറഞ്ഞ് പിരാകിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ വരുത്തി തീർക്കുന്നത് നമ്മളുടെ ശ്രദ്ധ കുറവാണ്. വളരെ ഉപകാരമുള്ള ഒരു യന്ത്രം നമ്മൾക്ക് ആവശ്യമുള്ളത് പള്ളിയിൽ വരുമ്പോഴും നമുക്ക് ഖുർആൻ ഓതാനും പാരായണം ചെയ്യാനും കേൾക്കാനും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ആരാധനക്ക് ഭംഗം വരുന്ന രീതിയിൽ, അതിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് കോട്ടമാണ് വരുന്നത്. അതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നമസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിൽക്കുന്നു എന്നൊരു ബോധം, അതിൻ്റെ സാന്നിധ്യ ബോധം നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് ജാഗ്രതയും ശ്രദ്ധയൊക്കെ പുലർത്താൻ കഴിയും. അങ്ങനെയൊക്കെ ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ഇനിയും ഇതുപോലെ ഒരുപാട് തെറ്റുകളും വീഴ്ചകളും അശ്രദ്ധകളും ഒക്കെ നമ്മുടെ ഒക്കെ നമസ്കാരത്തിൽ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു അവൻ്റെ മതത്തിൻ്റെ നിയമങ്ങൾ പരമാവധി ശ്രദ്ധയോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീക്ക് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്